ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ സമയം 7:15. ഞങ്ങൾ എണീറ്റിട്ട് കുറച്ച് നേരമായി. ആൾക്ക് 6 മണിക്ക് പോകണമായിരുന്നു. അപ്പോൾ എണീറ്റു. പിന്നെ ആൾ പോയപ്പോൾ ഞാനും കുട്ടികളൊക്കെ കുറേയിരുന്നു. അവരൊക്കെ എണീറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നൊരു ഡേ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചു. സ്കൂളില്ലാത്ത ദിവസമാണ്. അപ്പോൾ കുറച്ച് മടി പിടിച്ച ദിവസമാണ്. പിന്നെ നിറയെ പണിയുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ കുഞ്ഞൂസിന് പനിയായിരുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് ഒന്നും നേരെ വീടൊന്നും വൃത്തിയാക്കാനൊന്നും പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം, തുണികളൊക്കെ ഇഷ്ടം പോലെ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കുക്ക് ചെയ്യണം. അപ്പോൾ മെയിനായിട്ട് രാവിലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. ഇഡ്ഡലി ഉണ്ടാക്കി ചട്നി ഉണ്ടാക്കുക, പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അടുക്കളയിൽ. അടുക്കള ഇന്നലെ രാത്രി അങ്ങനെ കഴിച്ച് അങ്ങനെ ഇട്ടിട്ട് വന്ന് കിടന്നാണ്. എന്താ വെച്ചാൽ മരുന്ന് കൊടുക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ അത് കാണിക്കുന്നുണ്ട് കേട്ടോ, അവർ മരുന്ന് കൊടുക്കുന്ന ടാസ്ക്. അതിനിപ്പോൾ യൂട്യൂബ് സമ്മതിക്കുമെന്ന് അറിയില്ല. എന്താ വെച്ചാൽ ഒരു നല്ല യുദ്ധം തന്നെയാണ് ഞങ്ങൾ നടക്കുന്നത്. മാളൂട്ടി ഇതാ എണീറ്റ് വരുന്നതേ ഉള്ളൂ. മാളൂട്ടി എണീക്കണുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ അത്രയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. വീഡിയോസൊക്കെ ഫുള്ളായി കാണണം. അപ്പോൾ കണ്ടോ, ഇനി അടുക്കളയിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാറുണ്ട്. കഴുകി വെച്ച പാത്രമൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ഫുൾ കിച്ചൺ നിരത്തി വെച്ചിട്ടുണ്ട് സാധനങ്ങളെല്ലാം. അപ്പോൾ ആൾ പോകുമ്പോൾ ചായ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ചതാണ്. ലൈറ്റിട് അല്ല, അപ്പോൾ ലൈറ്റ് പോകണ്ടല്ലോ, കുറച്ചും കൂടെ ക്ലിയർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ ഫുള്ളായി കാണാം. ഓക്കെ, വരുമോ? അപ്പോൾ ടാറ്റയില്ല, വരൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാമല്ലേ. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ച പാത്രങ്ങളൊക്കെ, ടിന്നുകളൊക്കെ എടുത്ത് വയ്ക്കുക വിചാരിച്ച്. അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാൽ തന്നെ നമ്മുടെ അടുക്കള കുറച്ച് ക്ലീൻ ആവുമല്ലോ. ക്ലീൻ ആവുക പറഞ്ഞാൽ കുറച്ച് സ്ഥലം കിട്ടും. ആകെ ഇപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. അവിടെ മുഴുവൻ നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം ഓരോ ഭാഗത്തു നിന്ന് ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ, അതാത് സ്ഥലത്ത്. പിന്നെ മാവ് അരച്ചതും എല്ലാം അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അതങ്ങനെ രാത്രി വെച്ചത് തന്നെയാണ്. ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെച്ചില്ല പുളിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ പുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കൂടെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ അതൊന്നും എടുത്ത് ഉണ്ടാക്കുക ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. എന്താ പറയുക, കുറേ പാത്രത്തിലാക്കിയാൽ പിറ്റേ ദിവസം ചിലപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കാൻ മറന്നാൽ പിന്നെ പുളിക്കാതെ മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ പുളിച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ തേങ്ങ ചിരകാൻ പൊന്നൂസ് ചിരകി തരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് അവളിങ്ങനെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ കാവൽ നിൽക്കുന്നത്. തേങ്ങ ഉടച്ചപ്പോൾ ആൾ വെള്ളം കുടിച്ചിട്ട് വേഗം അവിടെ വെച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ പറയുക, തേങ്ങ വെള്ളം ഇത്തിരി ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴല്ല, ഞാനതൊന്ന് കുടിച്ച് നോക്കി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതെന്താണ് സംഭവം കേടുണ്ടെന്ന്. അതുകൊണ്ടാണ് അവൾ കുടിക്കാതെ വെച്ചത്. ഞാനും കുറേ നേരം കഴിഞ്ഞിട്ട് പോയിട്ട് അതെടുത്ത് കുടിക്കാൻ നോക്കുമ്പോൾ ഭയങ്കര കശപ്പ്. അപ്പോൾ ഞാനത് ഒഴിച്ച് കളഞ്ഞു. അത് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ കാണും. അപ്പോൾ പിന്നെ നമ്മൾ വേഗം എല്ലാം അടുക്കളയൊക്കെ ഒന്ന് സെറ്റാക്കി കുറേയൊക്കെ ഒതുക്കി പെറുക്കി വെച്ചു. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കൊണ്ട് ബേസണിലിട്ടിട്ട് നമ്മൾ ഇഡ്ഡലിക്ക് ആദ്യം വെച്ചു കേട്ടോ. അതുപോലെ കുഞ്ഞൂസ് എൻ്റെ കൂടെ 6 മണിക്ക് എണീറ്റതാണ്. അവൻ വിശക്കണു പറയില്ലേ. അപ്പോൾ ചേച്ചി തേങ്ങ ചിരകുമ്പോൾ അനിയൻ പോയി ചോദിക്കണേ. അവനിങ്ങനെ തേങ്ങ ചിരകുമ്പോൾ അതൊന്നും തിന്നാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അവനിഷ്ടമാണ്. പക്ഷെ ഇത്തിരി കട്ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ വരില്ല കേട്ടോ. പിന്നെ എത്ര നന്നായി കൊടുത്താലും വേണ്ട പറയും. പിന്നെ അടുക്കളയിൽ അവൻ്റെ പണി ഇതാ ഡപ്പ ഇട്ടിട്ട് ഇങ്ങനെ തട്ടിക്കളിക്കലാണ് കേട്ടോ. അതാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഞാൻ കണ്ടോ, തേങ്ങ വെള്ളം കുടിച്ചിട്ട് ശരിയല്ല പറഞ്ഞപ്പോൾ കളഞ്ഞത്. ഇടയ്ക്ക് അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാറുണ്ട് കേട്ടോ. തേങ്ങയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതെന്താണെന്നറിയില്ല, തേങ്ങ വെള്ളം ഒരു ചവർപ്പ് വരും. അപ്പോൾ പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്തു, പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. കഴുകി വെച്ചതുണ്ടായിരുന്നു കുറച്ച്, അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ഒഴിവാക്കി കേട്ടോ. എന്നാലും ഇനി അടുത്ത പാത്രങ്ങൾ കഴുകിയിട്ട് അതിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ ബൈസൺ നിറയെ പാത്രങ്ങളുണ്ട്. അങ്ങനെ ഇതൊക്കെ അടുക്കി ഒതുക്കി വൃത്തിയാക്കിയിട്ട് ഒന്ന് എല്ലാവരുടെയും ഒന്ന് തുടച്ച് വിടുന്നുണ്ട് കേട്ടോ ഞാൻ. എന്താ വെച്ചാൽ പാത്രങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും തുടയ്ക്കാൻ പറ്റില്ല. ഇത്രയല്ലേ സ്ഥലമുള്ളൂ. വെള്ളം പറ്റാതെ നമുക്ക് ഷെൽഫുകളിൽ എടുത്ത് വയ്ക്കാനും പറ്റില്ല. വെള്ളത്തോടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞ് പാത്രം എടുക്കണമെന്ന് വെച്ചാൽ അതിൽ ഈ പൂപ്പൽ പോലെ എന്തെങ്കിലും വരും. അപ്പോൾ ഇപ്പോഴും പാത്രം വെള്ളം വറ്റിയിട്ട് ഞാൻ എടുത്ത് വെക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് തലേ ദിവസത്തെ പാത്രങ്ങൾ അങ്ങനെ അവിടെ കഴുകിയത് ഇരിക്കുന്നത് മുകളിൽ. പിന്നെ നമ്മൾ ഈ കൊട്ടയിലാണ് എല്ലാം വെക്കുക കേട്ടോ. ഇത് ഞാനൊരു സാധനങ്ങൾ ഇടാൻ വേണ്ടി വാങ്ങിയതായിരുന്നു കേട്ടോ, 4 തട്ടായിട്ട്. പക്ഷെ അതിന് ഉപയോഗപ്പെട്ടില്ല. ഇപ്പോൾ എനിക്ക് വെജിറ്റബിൾസ് ഇട്ട് വയ്ക്കാനും പുറത്ത് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് വയ്ക്കില്ലേ അതിനും, ഇതുപോലെ പാത്രങ്ങൾ കഴുകി ഇട്ടിട്ട് വയ്ക്കാനും ഞാൻ എടുക്കുകയാണ് കേട്ടോ. അതപ്പോൾ അടിയിൽ കൂടെ വെള്ളം പോവുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് പിന്നെ അതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റി. പിന്നെ അതൊക്കെ എല്ലാവരുടെയും ഒന്ന് തുടച്ച് വിടുന്നുണ്ട്. ഇനിയിപ്പോൾ പാത്രം വയ്ക്കുമ്പോൾ വീണ്ടും വെള്ളമാവും. പക്ഷെ ആ പഴയ വെള്ളമൊക്കെ പോയി ഒന്ന് വൃത്തിയാവുമല്ലോ. വെള്ളം നിന്നിട്ടൊരു വഴുവഴുപ്പ് വരും. അതുകൊണ്ടാട്ടോ. പിന്നെ പൈപ്പിൻ്റെ അവിടെ എല്ലാവരും ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് തുടച്ച് വിടുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അടുക്കള ക്ലീൻ ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും കുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ അടുക്കളയിൽ ഇങ്ങനെ പാത്രം നിറഞ്ഞ് വൃത്തികേടായി നിന്നാൽ നമുക്ക് ചെറിയൊരു പണിയെടുക്കാം, ഒരു ചായ വെക്കാൻ കൂടെ നമുക്ക് മടിയായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ അടുക്കള ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ പൊന്നൂസ് എനിക്ക് തേങ്ങ ചെറുകി തരാൻ പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമായി കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ അവൾക്ക് അടുക്കള പണി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല. അമ്മ ഞാൻ അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ ചോദിക്കും കേട്ടോ.
അപ്പോൾ പറ്റണത് ചെയ്തു, അല്ലെങ്കിൽ വിട്ടോ പറഞ്ഞു. അപ്പോൾ കുറച്ചൊക്കെ ചിരകി തന്നു കേട്ടോ. പിന്നെ ബാക്കി ഞാനാണ് ചിരകിയത്. അത് കഴിഞ്ഞപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വേഗം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി 2 പാത്രം ഉണ്ടായിരുന്നു, അത് ഞാൻ ലാസ്റ്റ് കഴുകാൻ വിചാരിച്ചു. കുഞ്ഞൂസിൻ്റെ സമയം കഴിയാനായി, വിശപ്പ് തുടങ്ങാൻ തുടങ്ങി. അപ്പോൾ പിന്നെ വേഗം അതവിടെ നിർത്തി വെച്ചു കേട്ടോ. നിർത്തി വെച്ചിട്ട് പിന്നെ നമ്മുടെ ഇഡ്ഡലി വെന്തോ നോക്കുകയാണ് കേട്ടോ. ഇഡ്ഡലി ഞാൻ എപ്പോഴും ഇല്ലേ കൈ ഇങ്ങനെ വെള്ളം നനച്ചിട്ട് കൈ കൊണ്ട് തന്നെ കേട്ടോ കുത്തി നോക്കാറ്. ചിലർ കോലും കൊണ്ടൊക്കെ കുത്തി നോക്കും. അപ്പോൾ എന്താ അങ്ങനെ ചെയ്യുന്നത് ചോദിക്കേണ്ട വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇഡ്ഡലിയൊക്കെ വെന്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഇല്ലേ എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു കേട്ടോ. അതായത് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കല്ല് പോലെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ അതൊക്കെ പഠിച്ചു കേട്ടോ. ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്, എന്താ വെച്ചാൽ ആ മാവ് കൊണ്ട് 2 ദിവസമൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കാം, 3-ാമത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റില്ല. 3-ാമത്തെ ദിവസം തൊട്ടിട്ട് അതുകൊണ്ട് എനിക്ക് ദോശ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഇവിടെ ദോശയുടെ ആൾക്കാരാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ഇഡ്ഡലിയുടെ ആൾ കേട്ടോ, കുഞ്ഞൂസും. ബാക്കിയുള്ളവർക്കൊക്കെ ദോശ മതി, അങ്ങനെയാണ്. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ ചിരകി വെച്ചത് കൊണ്ട് വേഗം ചട്നി അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ചട്നി അരച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പണി കഴിഞ്ഞല്ലോ, പിന്നെ ഉച്ചയ്ക്കുള്ളത് നോക്കിയാൽ മതിയല്ലോ, അതൊരു സമാധാനമുണ്ട്. സ്കൂളില്ല വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയൊക്കെ മെല്ലെ ആയാൽ മതിയല്ലോ, അത് നേരത്തേക്ക് ആയാൽ മതി എന്നുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ അതാ സെറ്റായി വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിക്കാതെ, ഞാൻ എണ്ണയൊന്നും തേച്ചിട്ടില്ല കേട്ടോ, എന്നാലും ഒട്ടിപ്പിടിക്കാതെ തന്നെ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അത്യാവശ്യം സോഫ്റ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇനി അടുത്ത ടാസ്ക് എന്താ വെച്ചാൽ നമുക്ക് കുഞ്ഞൂസിന് മരുന്ന് കൊടുക്കണം. ഭക്ഷണത്തിന് മുന്നേ മരുന്ന് കൊടുത്തില്ലെങ്കിൽ അവൻ കഴിക്കും, പിന്നെ മരുന്ന് കൊടുക്കുമ്പോൾ കഴിച്ചതൊക്കെ ഛർദ്ദിക്കും കേട്ടോ. ഭയങ്കര മെനക്കേടാണ്. പക്ഷേ ഇന്ന് രാവിലെ നേരത്തെ അവൻ ആ കളിപ്പാട്ടം കൊടുത്തപ്പോൾ അത്ര അറിഞ്ഞില്ല. ഇന്നലേക്ക് ഇതായിരുന്നില്ല കേട്ടോ അംഗം, ആൾ കാലും കൈയൊക്കെ പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ തല പിടിച്ച് മൂക്കടച്ച് പിടിച്ചിട്ട് അങ്ങനെയൊക്കെ കൊടുത്തത് കേട്ടോ. ഇന്നിപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്കത് പറ്റില്ലല്ലോ, എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ച് കുറച്ച് കഴിച്ചു. എല്ലാ മരുന്നും കുറച്ച് കുറച്ച് തന്നെ വയറ്റിൽ പോകണം. ഹലോ, അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ആയി, ചട്നി ആയി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. അതിനിപ്പോൾ കുഞ്ഞൂസിന് കഴിക്കാൻ കൊടുക്കണം, കുട്ടികൾക്ക് കൊടുക്കണം. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ കുളിക്കല്, തുണി തിരുമ്പല്, ചോറ് വെക്കണം, കറി വെക്കണം. അതിന് ഉച്ചയ്ക്കല്ലേ, സ്കൂളിലല്ലോ, മെല്ലെ വെക്കാം. ഇവനെ ഉറക്കിയിട്ടായാലും വെക്കാം, പിന്നെ വീടൊക്കെ വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു രാവിലെ ഇങ്ങനെയാണ്. ദിവസം ഇതുപോലെ ആയിരിക്കില്ല, ഓരോ ദിവസം വ്യത്യാസം ഉണ്ടാവും. ചില ദിവസങ്ങൾ നേരത്തെ തന്നെ എല്ലാ പണിയും കഴിയും. സ്കൂളുണ്ടെങ്കിൽ പണി വേഗം കഴിയും കേട്ടോ. സ്കൂളില്ല വെച്ചാൽ ഇതാണ് അവസ്ഥ. അതിൻ്റെ ഇടയിൽ കയ്യായും വന്നല്ലോ. ഇനിയിപ്പോൾ ഇനിയും മരുന്ന് കൊടുക്കാനുണ്ട്. 4 മരുന്നുണ്ട് ഒരു നേരം. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കൊടുക്കല്. അസുഖം വരാതെ നോക്കണേ ഏറ്റവും നല്ലത്. പക്ഷെ ഇപ്പോഴത്തെ തണുപ്പ് കാരണം അവന് പനി വന്നതാണ്. ആവുന്നത് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലല്ല അസുഖം വരുന്നത് അല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ മോർണിംഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. ടാറ്റ കൊടുക്കുന്ന സ്ഥലത്ത് ടാറ്റാ.